അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. പിന്നെ ഇന്ന് ഞങ്ങൾ പട്ടാമ്പി പോണ വിശേഷമായിട്ടാണ് വന്നുള്ളത് കേട്ടോ. പട്ടാമ്പിയിൽ എൻ്റെ ഉമ്മയുടെ വീടാണ്. അപ്പോൾ അങ്ങോട്ട് പോണതും അങ്ങോട്ട് പോകുമ്പോഴുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നുള്ളത്. പിന്നെ അവിടെ ഒരു സർപ്രൈസും കൂടെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കിലാണ്, ബസ്സിനാണ് പോകാൻ തീരുമാനിച്ചുള്ളത്. അപ്പോൾ രാവിലെ ഞാനും ഉമ്മ എണീറ്റ് ഇപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ദോശ ആകുമ്പോൾ പിന്നെ വേഗം പണികൾ കഴിയുമല്ലോ. അപ്പോൾ ഒരു അടുപ്പത്ത് ദോശ വെച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ അടുപ്പത്ത് ഞാൻ തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനെന്ന് വെച്ചാൽ ഉണക്കപ്പയറുണ്ടല്ലോ, അത് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണ്ടേ വെച്ച് വേറൊരു പച്ചക്കറി സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉമ്മ ഓണത്തിൻ്റെ ഇതിന് നമുക്ക് ഉണക്കപ്പയർ മത്തയും കൂടിയിട്ട് ഉണ്ടാക്കില്ലേ, അതിനെന്താ പറയാന്നറിയില്ല. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മുളക്കില്ല. അപ്പം അതിന് മുന്നേ കറി വെക്കാൻ വിചാരിച്ചു, കുറച്ചുള്ളൂ. അപ്പോൾ അതിൽ സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അതടുത്ത് ഗുഡ് മോർണിംഗ് പറയേ ശുഭ പറഞ്ഞേ. ഇത് ചുണ്ടിങ്ങനെ പിടിച്ചിരിക്കുന്നു. ശുഭ ഷോ പറയ്, ഗുഡ് മോർണിംഗ് പറഞ്ഞു പറയില്ലേ? പറയൂ ഗുഡ് മോർണിംഗ് പറയോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ കണ്ടത് എൻ്റെ അനിയത്തിയുടെ കുട്ടികളാണ് കേട്ടോ. രണ്ടാമത്തെ അനിയത്തിയുടെ കുട്ടികളാണ്. രണ്ടാളും ഒരു വയസ്സിന് എന്ന് പറഞ്ഞ പോലെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവർ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന വരവാണ്. അങ്ങനെ കുക്കർ വിസലടിച്ച് ഉമ്മ അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ അടുത്ത് പോയി വരുമ്പോഴത്തേനും ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തതൊക്കെ അരച്ചു, മിക്സിയിലിട്ട് അരച്ചിട്ട് അതതിലേക്ക് ഒഴിച്ചു. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഉണക്കപ്പയറിൻ്റെ ഒരു കറിയുടെ ഇതുണ്ടല്ലോ, അതെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് കറി ഒന്ന് കുറുകി കിട്ടാൻ നല്ലതാണ് കേട്ടോ. അതും അതിലേക്ക് ഒഴിച്ച് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് തൂമിക്കുകയാണ് ചെയ്യേണ്ടത്. ഒക്കെ ഞാൻ ഒരേ ചട്ടിയിൽ തന്നെ ചെയ്തു. പിന്നെ വേറെ വേറെ പാത്രങ്ങളൊന്നും പരത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കഴിയുന്നതും നമ്മൾ തന്നെ ചുരുക്കി പണിയെ ചെയ്യല്ലേ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇത് കഴിക്കണം. പിന്നെ എങ്ങോട്ടേലും പോകുമ്പോഴുള്ള തിരക്കും അറിയാലോ. അപ്പോൾ അപ്പുറത്ത് അവിടെ കുട്ടികൾക്ക് പാപ്പ് കൊടുക്കേണ്ട തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. രണ്ടാളും ഒരേപോലത്തെ പ്രായമല്ലേ. അപ്പോൾ അവർക്കത് അവരെ കളിപ്പിച്ചിട്ടും കളിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുന്ന് നിരത്തി ഒരാൾ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇറക്കി കിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരുത്തർ ഒരുങ്ങാൻ നിൽക്കുന്നുണ്ട്. ഞാൻ അബായാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്കത് ഊരിയിട്ടിട്ട് സാധാ ഡ്രസ്സിൽ നടക്കാമല്ലോ. പിന്നെ ചൂടും അല്ലേ, മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവിടെ ഒരുങ്ങാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ മോളും ഉണ്ട് കൂടെ. അങ്ങനെ ആദ്യമോനും ഇഷുമോളും പോകാനുള്ള തിരക്കിലിട്ട് അവരെ ഒരുക്കം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്ത് പോകണം. പിന്നെ അവർക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരുമ്മ ഒരുങ്ങിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവളെയും കാത്തിട്ട് ഇങ്ങനെ നിൽക്കുക. ഇഷുമോൾക്ക് കൊതു കടിക്കേണ്ടത് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിലാണ് ശ്രദ്ധിക്കണത്. പാവ അവിടെ നിന്നിട്ട് ഇങ്ങനെ ദേഷ്യമൊക്കെ വരേണ്ടത് തോന്നുന്നുണ്ട് മുഖമൊക്കെ കാണുമ്പോൾ. പിന്നെ ഈ നിൽക്കുന്നത് റോസ് കളർ ടീഷർട്ട് ഇട്ടുള്ളത് എൻ്റെ മോളാണ് കേട്ടോ, വെള്ള പാൻറ്റും. പിന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ഏറ്റവും താഴെയുള്ള അനിയത്തിയാണ്. അവർക്ക് രണ്ടാൾക്കും പിന്നെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കൽ തന്നെയല്ലേ പണി. അങ്ങനെ ഞങ്ങൾ പോവാണ്. കുറച്ച് അങ്ങോട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഈ ബ്ലാക്ക് ചുരിദാറിട്ട് നടക്കുന്നത് ഞങ്ങളുടെ ഉമ്മയാണ് കേട്ടോ. ഉമ്മാനെ കണ്ടാൽ പിന്നെ ഞങ്ങളൊക്കെ താഴെയുള്ള അനിയത്തിയാണെന്നേ തോന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറണമെന്ന് എടുത്തിട്ടില്ല. അപ്പോൾ പട്ടാമ്പിയിലെത്തി. ഈ കാണുന്ന വീട് എൻ്റെ ഉമ്മയുടെ ആദ്യത്തെ വീട് കേട്ടോ. അതായത് ഞങ്ങളെ തറവാട്. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കണില്ല. ചെറുപ്പത്തിൽ ഉമ്മാൻ്റെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും നമുക്ക് നമ്മുടെ കുട്ടികളുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമല്ലോ ഒന്ന് ഇങ്ങോട്ടൊക്കെ വരാൻ. ഈ ഭക്ഷണം കഴിക്കണമെന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മാമാക്ക് ഒരു സർപ്രൈസ് കൊടുത്തത്. മാമയുടെ ബർത്ത്ഡേ ആയിരുന്നു അത്രയെന്ന്. മാമ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പം അതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞങ്ങളൊരു 11:30 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തിയായിരിക്കണം. പക്ഷെ മാമ കടയിൽ നിന്ന് വരുമ്പോഴത്തേനും ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേനും കുറച്ച് വൈകി.
അപ്പം മാമ വന്നതിന് ശേഷമാണ് മാമാട് ചോദിക്കണത് ഇന്ന് മാമയുടെ ബർത്ത്ഡേ അല്ലേന്ന്. മാമ എന്നിട്ട് ഡേറ്റ് ചോദിക്കായിരുന്നു മാമിനോട്, ഇന്ന് എത്ര ഡേറ്റ് എന്ന്. മാമ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു സർപ്രൈസ് മാമാക്ക് കിട്ടും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഉമ്മയുടെ അനിയത്തിയും അനിയത്തിയുടെ കുട്ടികളും അവരെ മക്കളും പിന്നെ ഉമ്മയും ഞങ്ങളും മക്കളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ കൂടി അടിപൊളിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.